ഈ കഴിഞ്ഞ ജൂൺ 13-ാം തീയതി വലിയ തോതിലുള്ള ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും മിസൈലുകളുമെല്ലാം ഉപയോഗിച്ച് ഇറാൻ്റെ പല ഭാഗത്തായി ഇസ്രായേൽ ആക്രമണം നടത്തുകയും തുടർന്ന് ഇറാൻ വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചതും ലോകം കണ്ടതാണ്. ഇന്നും യുദ്ധം നടത്താതെ ഇവർ പരസ്പരം യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ വൈരാഗ്യത്തിൻ്റെ കാരണമെന്താണ്? അമേരിക്കയുടെ നിലപാട് ഇതിലെന്താണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാനും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധം നിലനിർത്തിയിരുന്നു. അന്ന് ഇറാനിൽ ഷാ മുഹമ്മദ് ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളോടൊക്കെ തന്നെ വളരെ സൗഹൃദപരമായ സമീപനമായിരുന്നു ഷാ മുഹമ്മദിനുണ്ടായിരുന്നത്. ഇസ്രായേലിനെയും ഒരു പങ്കാളിയെന്ന പോലെ ഷാ മുഹമ്മദ് കണ്ടിരുന്നു. ഇസ്രായേൽ ഇറാന് രഹസ്യമായി ഇൻ്റലിജൻസ് സഹായം നൽകുകയും ഇരു രാജ്യങ്ങളും വ്യാപാരവും എണ്ണ ഇടപാടുകളും നടത്തിയിരുന്നു. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇസ്രായേലിലേക്ക് എത്തിക്കുകയും അതിനു പകരമായി ഇസ്രായേൽ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും തിരികെ ഇറാനും നൽകിയിരുന്നു. അക്കാലത്ത് ലോകം മുഴുവനുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ എതിർത്തപ്പോൾ ഇറാനാണ് ഇസ്രായേലിനോട് സ്നേഹപരമായ സമീപനം സ്വീകരിച്ചിരുന്ന അപൂർവ രാജ്യങ്ങളിലൊന്ന്. എന്നാൽ 70കളുടെ അവസാനം ഷാ മുഹമ്മദിൻ്റെ ഭരണത്തിനെതിരെ ഇറാനിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാവപ്പെട്ടവർക്കും മധ്യവർഗത്തിനും നേരെ നിയമഭംഗങ്ങൾ, ആളെ കൂട്ടിയുള്ള അറസ്റ്റുകൾ, ഭക്ഷ്യ ഇന്ധന വിലവർധന, ബുദ്ധിജീവികളുടെ അടിച്ചമർത്തൽ തുടങ്ങിയവയ്ക്കെതിരെ ഇറാനിൽ ജനകീയ അതൃപ്തി ഉയർന്നു വന്നു. ഈ അവസരത്തിലാണ് ആയത്തുള്ള ഖമേനി ഫ്രാൻസിലെ അഭയത്തിൽ നിന്നും ഇറാനിലേക്ക് തിരിച്ചു വന്നത്. ഷായുടെ ഭരണ സംവിധാനം നിലംപതിച്ച് പകരം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന പുതിയ ഭരണ സമ്പ്രദായം സ്ഥാപിക്കപ്പെട്ടു. ഇതോടെ ഇസ്ലാമിക നിയമം ഇറാനിലെ ഭരണത്തിൻ്റെ അടിസ്ഥാനമാകുകയും പാശ്ചാത്യ രാഷ്ട്രങ്ങളോടുള്ള ബന്ധം ഇറാൻ ഇല്ലാതാക്കി മാറ്റുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും ഇസ്രായേലുമായുള്ള എല്ലാ ഉഭയബന്ധങ്ങളും പൂർണ്ണമായും ഇറാൻ റദ്ദാക്കി. ഇതിനു പകരം ഇറാൻ പലസ്തീൻ ജനതയുടെ സമരം തുറന്നടിച്ച് അവരെ പിന്തുണയ്ക്കുകയും ചെയ്തു. പലസ്തീൻ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഗ്രൂപ്പുകൾക്ക്, പ്രത്യേകിച്ച് ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ സംഘടനകൾക്ക് ഇറാൻ സാമ്പത്തികമായും സൈനികവുമായുള്ള പിന്തുണ നൽകാൻ തുടങ്ങി. ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടന്നതിന് പിന്നാലെ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ ഇറാനിലെ അന്നത്തെ സാഹചര്യം മനസ്സിലാക്കി യുദ്ധത്തിനൊരുങ്ങി. ഇറാൻ്റെ എണ്ണസമ്പന്നമായ മേഖലകൾ കൈവശപ്പെടുത്തുക എന്നതും ഈ യുദ്ധത്തിൽ സദ്ദാം ഹുസൈൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഈ യുദ്ധത്തിലൊക്കെ ഇസ്രായേലിൻ്റെ പങ്ക് രഹസ്യമായിരുന്നു. ഇറാനെ ഇസ്രായേൽ പരസ്യമായി എതിർത്തിരുന്നുവെങ്കിലും ഈ യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെടുന്നത് ഇറാഖിനെ കൂടുതൽ ശക്തിയുള്ള ഇസ്രായേൽ വിരോധിയാക്കി മാറ്റുമെന്ന് ഇസ്രായേൽ മുൻകൂട്ടി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ തൻ്റെ ശത്രു രാജ്യമാണെങ്കിലും ഇസ്രായേൽ ഇറാന് രഹസ്യമായി ആയുധങ്ങൾ നൽകാൻ സഹായിച്ചു. തങ്ങളുടെ സുരക്ഷാ നയപ്രകാരമുള്ള ഒരു തന്ത്രമായാണ് ഇസ്രായേൽ ഈ ഒരു സഹായത്തെ കണ്ടത്. ഇരുപക്ഷവും ഒരേ സമയം തളരണം എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യം. 1982 ഇസ്രായേൽ ലെബനനിൽ വലിയൊരു സൈനിക ആക്രമണം നടത്തി. യാസർ അറഫാത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ദക്ഷിണ ലെബനൻ ഭാഗം ആക്രമിക്കുകയുണ്ടായി. ഈ ആക്രമണത്തോട് പ്രതികരിക്കാനായി ഇറാൻ്റെ പിന്തുണയോടെ ലെബനനിലെ ഷിയ മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് ബെക്ക വാലിയിൽ നിന്നുള്ള ജനങ്ങൾ ചേർന്ന് ഹെസ്ബുല്ല എന്ന സായുധ വിഭാഗം രൂപീകരിച്ചു. ലെബനനിൽ നിന്ന് ഇസ്രായേലിൻ സൈന്യത്തെ പുറത്താക്കാനും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും പലസ്തീൻ സമരത്തിന് പിന്തുണ നൽകുകയുമായിരുന്നു ഹെസ്ബുല്ലാഹിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇസ്രായേലിനെയും യുദ്ധവിരോധ നിലപാടിനെയും എതിർത്തുകൊണ്ട് ഇറാൻ പതിറ്റാണ്ടുകളായി ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദ് എന്ന സംഘടനയും ശക്തമായി പിന്തുണച്ചിരുന്നു. ഈ സംഘങ്ങളിലൂടെ നേരിട്ട് യുദ്ധം ചെയ്യാതെ മറ്റു ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന പ്രോക്സി യുദ്ധമാണ് നടത്തിയിരുന്നത്. ഇതിനെതിരെ ഇസ്രായേൽ നിരവധി തവണ ആരോപണം ഉയർത്തിയിട്ടുണ്ട്. ഇറാൻ്റെ ആണവ വൈദ്യുതി പദ്ധതി ആദ്യമായി ആരംഭിച്ചത് 1950കളിൽ അമേരിക്കയുടെ സഹായത്തോടെ ആറ്റംസ് ഫോർ പീസ് എന്ന പദ്ധതിയുടെ ഭാഗമായായിരുന്നു. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഈ പദ്ധതി കുറച്ചുനാൾ നിലച്ചിരുന്നു. പിന്നീട് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ വീണ്ടും തുടങ്ങുകയും വൈദ്യുതി ഉൽപ്പാദനം എന്ന പേരിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ തുടങ്ങുകയും ചെയ്തു. ഈ ഒരു നീക്കം ലോകരാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലും ഇസ്രായേലിലും ഭീതി പരത്തുകയുണ്ടായി. കാരണം ആണവായുധം വികസിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണോ എന്നതായിരുന്നു അവരുടെ സംശയം. ഇറാൻ 90% യുറേനിയം എൻറിച്ച്മെൻറ്റ് കൈവരിച്ചാൽ അത് സായുധ ആണവ ബോംബുകൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു. ഇത് തങ്ങൾക്ക് ദോഷകരമായി മാറുമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കുകയും ചെയ്തു. 2010 കാലഘട്ടത്തിൽ ഇറാൻ്റെ ആണവ പദ്ധതി ലക്ഷ്യമാക്കി നടന്ന സ്റ്റക്സ്നെറ്റ് ആക്രമണം സൈബർ യുദ്ധ ചരിത്രത്തിലെ വലിയൊരു തിരിച്ചടിയായിരുന്നു. സ്റ്റക്സ്നെറ്റ് എന്ന പേരിലുള്ള അത്യധികം സങ്കീർണമായൊരു കമ്പ്യൂട്ടർ വൈറസ് ഇസ്രായേൽ ഇറാനിലെ നത്താൻസ് ആണവ കേന്ദ്രത്തിലെ സെൻട്രിഫ്യൂജുകൾ തകർക്കാൻ ഉപയോഗിച്ചു. ഒഫീഷ്യലായി ആരും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് മൊസാദ്, CIA എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ വൈറസ് വികസിപ്പിച്ചതെന്നാണ് പല സുരക്ഷാ വിദഗ്ധരും അഭിപ്രായപ്പെട്ടത്.
ഇറാൻ്റെ 1000-ലധികം സെൻട്രിഫ്യൂജുകൾ ഇതിലൂടെ തകരാറിലാക്കുകയും ഇറാൻ്റെ ആണവ പദ്ധതി കുറച്ച് മാസത്തിലെങ്കിലും നിലയ്ക്കാൻ ഇടയായി. ഇതോടെ സൈബർ ആക്രമണം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭീകര പദ്ധതികൾ തകർക്കാമെന്നത് ലോകത്തെ കാണിച്ചു കൊടുത്ത ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. 2015 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാനും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചൈനയും ജർമ്മനിയും ചേർന്ന ചരിത്രപരമായ ആണവ കരാർ ഒപ്പുവെച്ചു. ഇതിനെ ജോയിൻ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നാണ് വിളിച്ചിരുന്നത്. ഈ കരാറിൻ്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് ഇറാൻ തൻ്റെ ആണവ പ്രവർത്തനങ്ങൾ കുറയ്ക്കണമെന്നും യുറേനിയം എൻറിച്ച്മെൻറ്റ് നിയന്ത്രിക്കണമെന്നും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന അന്താരാഷ്ട്ര ഏജൻസിക്ക് തുടർച്ചയായ പരിശോധന അനുമതി നൽകണമെന്നുമായിരുന്നു. ഇത് സമ്മതമാണെങ്കിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാമെന്നായിരുന്നു കരാറിൻ്റെ ഉള്ളടക്കം. ഇറാനെ നയതന്ത്രപരമായി നിയന്ത്രിക്കാൻ ഒബാമ ശ്രമിച്ച ചരിത്രപരമായൊരു നീക്കമായിരുന്നു ഇത്. എന്നാൽ ഈ ഒരു ആണവ കരാറിനോട് ഇസ്രായേൽ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെതിരായി മുന്നിട്ടിറങ്ങിയത്. ഇതിൻ്റെ പേരിൽ പലതവണ UN ജനറൽ അസംബ്ലിയിൽ ശക്തമായ പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. ഇറാൻ ആണവ കരാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് 2018 മെയ് 8 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമായൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതായി. 2015 ഒബാമയുടെ നേതൃത്വത്തിൽ ഒപ്പുവെച്ച ഈ കരാറിനെ ട്രംപ് വൺ ഓഫ് ദി വേസ്റ്റ് ഡീൽസ് എവർ മെയ്ഡ് എന്നുവരെ വിളിച്ചിരുന്നു. ഇതോടെ ഇറാനുമേൽ വീണ്ടും കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടുവന്നു. ഇതോടെ ഇറാനും പിന്നീട് കരാറിലെ പ്രധാന നിബന്ധനകൾ പാലിക്കാതിരിക്കാൻ തുടങ്ങുകയും യുറേനിയം എൻറിച്ച്മെൻറ്റ് നിമിത്തം നിയന്ത്രണങ്ങൾ മറികടക്കാൻ ഇറാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനുശേഷം ഇസ്രായേൽ സിറിയയിൽ തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തി. പ്രധാന ലക്ഷ്യം ഇറാൻ്റെ സാന്നിധ്യവും ഇറാൻ പിന്തുണയ്ക്കുന്ന ഹെസ്ബൊല്ല ഗ്രൂപ്പുകളും സിറിയയിൽ ശക്തമാകുന്നത് തടയാനായിരുന്നു. ഇതിൻ്റെ ഫലമായി സിറിയയിലെ നിരവധി സൈനികർക്കും പല നിരപരാധികളായ പൗരന്മാർക്കും മരണം സംഭവിച്ചു. 2020 ജനുവരി 3 ഇറാനിലെ ഏറ്റവും ശക്തരായ സൈനിക നേതാക്കളിലൊരാളായ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ ഇറാഖിലെ ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വെച്ച് വധിച്ചു. ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ കടുത്ത സംഘർഷമുയർത്തിയ ഒരു സംഭവമായി മാറി. ഈ സംഭവത്തിന് ശേഷം ഇസ്രായേൽ പൊതുവായൊരു പിന്തുണ അമേരിക്കയ്ക്ക് പ്രഖ്യാപിച്ചില്ലെങ്കിലും ഈ ആക്രമണത്തെ സന്തോഷത്തോടെ തന്നെയാണ് അവരും കണ്ടത്. തുടർന്ന് 2020 തന്നെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും അറബ് രാജ്യങ്ങളായ UAEയും ബഹ്റൈനും തമ്മിൽ ഒരു നിർണായക കരാർ ഒപ്പുവെച്ചു. ഇതിനെയാണ് എബ്രഹാം ഉടമ്പടികൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ഒരു ഡിപ്ലോമാറ്റിക് ബന്ധം സ്ഥാപിച്ചു. ചരിത്രപരമായി ഇസ്രായേലിനെ അംഗീകരിക്കാതിരുന്ന രാജ്യങ്ങളായിരുന്നു ഇവർ. എന്നാൽ ഈ കരാറുകൾക്ക് പിന്നിൽ പ്രധാനമായും ഇറാനെ ഒരു പൊതുഭീഷണിയായി കാണേണ്ട ഉദ്ദേശം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. തുടർന്ന് 2021 ഗാസയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ 11 ദിവസം നീണ്ട ശക്തമായ യുദ്ധം നടന്നു. യുദ്ധം ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതോടെയാണ് തുടങ്ങിയത്. മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. 2024 ഏപ്രിൽ 13 ഇറാൻ ആയിരക്കണക്കിന് ഡ്രോണുകളും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന പേരിൽ ഇസ്രായേലിനുള്ള തിരിച്ചടിയായി പ്രയോഗിച്ചു. മറുപടിയായി ഇസ്രായേൽ സിറിയ, ഇറാഖ്, ഗാസ എന്നീ സ്ഥലങ്ങളിൽ എയർ സ്ട്രൈക്കുകൾ നടത്തി. തുടർന്ന് ജോർജിയയുടെ തലസ്ഥാനമായ തിബിലിസിയിലുള്ള ഇസ്രായേൽ എംബസിയെ ലക്ഷ്യമാക്കി ഭീകരാക്രമണം നടന്നിരുന്നു. വലിയൊരു സ്ഫോടനം വരുത്താനുള്ള ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരത്തെ കണ്ടെത്തി തടയുകയായിരുന്നു. ഈ ആക്രമണ ശ്രമത്തിന് പിന്നിൽ ഇറാനുമായി ബന്ധമുള്ള സംഘമാകാമെന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2025 ജൂൺ 13 ഇസ്രായേൽ 100 കണക്കിന് ഫൈറ്റർ ജെറ്റുകളും ബോംബുകളും ഇറാൻ്റെ ആണവ സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടത്തിയതാണ് ഇപ്പോഴുള്ള യുദ്ധത്തിൻ്റെ തുടക്കം. ഈ ആക്രമണത്തിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഇറാൻ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ വലിയ രീതിയിൽ ബാധിക്കാവുന്ന ഇറാൻ്റെ ആണവായുധ വികസന പ്രവർത്തനങ്ങളെ തടയുക എന്നതായിരുന്നു. UN നിരോധനങ്ങൾ ലംഘിച്ച് ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ആരോപണം. തുടർന്ന് ശക്തമായ ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണാം. ഈ ആക്രമണം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതേസമയം ചില രാഷ്ട്രങ്ങൾ ഇരുപക്ഷത്തെയും യുദ്ധം നിർത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. റഷ്യയും ചൈനയും ഇരുവരെയും പിന്തുണയ്ക്കാത്ത ന്യൂട്രൽ നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും പരോക്ഷമായി ഇറാനാവും സപ്പോർട്ട് ചെയ്യുക എന്നത് ഇരുവരുമായുള്ള ആയുധ വ്യാപാര ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നു. ഇരുവരോടും അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തെങ്കിലും ഇതുവരെ സീസ്ഫയർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇടയ്ക്കിടെയുള്ള മിസൈൽ ആക്രമണങ്ങളും എയർ സ്ട്രൈക്കുകളും തുടരുന്നുമുണ്ട്.
UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ സമാധാന സംഭാഷണങ്ങൾ നടത്താൻ ശ്രമിച്ചുവെങ്കിലും വലിയ പുരോഗതി ഉണ്ടാകാതെയുള്ള സമീപനമാണ് ഇരു രാജ്യങ്ങളുടേത്. അമേരിക്ക ഇസ്രായേലിന് സൈനിക പിന്തുണയും ഇറാനെതിരെ ആക്രമണ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. അമേരിക്ക ഇസ്രായേലിനൊപ്പം ഇറങ്ങിയാൽ ഇത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന് പോലും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. നിലവിൽ അതിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിലും പ്രശ്നം നിയന്ത്രിക്കാതിരുന്നാൽ ലോകം കണ്ട ഒരു പ്രധാന മറ്റൊരു യുദ്ധത്തിലേക്ക് വഴിതിരിക്കുമെന്നത് ഭയപ്പെടേണ്ട വാസ്തവമാണ്. അതുണ്ടാവാതെ ഇരു രാജ്യങ്ങളും അടിയന്തരമായ സമാധാന ചർച്ചകൾക്ക് മുൻതൂക്കം നൽകേണ്ട സമയമാണിത്.